ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈൽസ് ടു ഗോ ചാനൽ. ഞാനിപ്പോൾ ഉദയ്പൂരിൽ താമസിക്കുന്ന ഹോട്ടലിന്റെ ടെറസിലാണ് നിൽക്കുന്നത്. നഗര കാഴ്ചകളൊക്കെ ഒന്ന് വീക്ഷിക്കുകയാണ്. അങ്ങകലെ പാലസിന്റെ ഒരു ദൃശ്യം നമുക്ക് കാണാം. നാം ഇനി മറ്റൊരു യാത്രയിലേക്കാണ് പുറപ്പെടുന്നത്. ഉദയ്പൂരിൽ നിന്ന് ജോധ്പൂരിലേക്കാണ് ഇനിയുള്ള യാത്ര. ആ യാത്രക്കിടയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടി നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലൊരു വൻമതിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും, അല്ലെങ്കിൽ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നാം ഇനി പോകുന്നത്. അതെ, ഇന്ത്യയിലെ വൻമതിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം രാജസ്ഥാനിലെ കുംഭൽഗഡ്. അവിടേക്കാണ് ഇനിയുള്ള യാത്ര. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിലാണ് കുംഭൽഗഡ് കോട്ടയും അതിനെ ചുറ്റിയുള്ള വൻമതിലും സ്ഥിതി ചെയ്യുന്നത്. രാജസമന്ദ് ജില്ലയിലെ ചെറിയൊരു നഗരപ്രദേശത്തിനടുത്താണിത്. ആരവല്ലി മലയുടെ താഴ്വരയിലുള്ള ഗ്രാമങ്ങളിലൂടെയാണ് ജിതേന്ദ്രഭായ് ഇപ്പോൾ ഞങ്ങളെയും കൊണ്ട് കാർ ഓടിക്കുന്നത്. നല്ല സുന്ദരമായ ഗ്രാമപ്രദേശങ്ങൾ. നഗര കവാടങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില കവാടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം യാത്ര ചെയ്തതിനു ശേഷം ഞങ്ങൾ കുംഭൽഗഡിന്റെ സമീപത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയുടെ പ്രധാന പ്രവേശന കവാടത്തിന് കുറച്ച് മുന്നിലായി തന്നെയാണ് ജിതേന്ദ്രഭായ് കാറ് പാർക്ക് ചെയ്തത്. അങ്ങ് അറ്റം വരെ വന്നാൽ കാറ് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുഴപ്പമില്ല, കുറച്ച് നടക്കാമല്ലോ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഈ കോട്ടയുടെ അല്പം ചരിത്രമൊന്നറിഞ്ഞാലോ? ചൈന വൻമതിൽ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീണ്ട മതിൽ എന്ന് വിശേഷിപ്പിക്കുന്ന കുംഭൽഗഡ് കോട്ട സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുംഭൽഗഡ് മതിലിന്റെ ഘടനയും രൂപകൽപ്പനയും ചൈനീസ് വൻമതിലിനോട് ഒരു പരിധിവരെ സാമ്യമുള്ളതുകൊണ്ട് ഇതിനെ ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ എന്നും വിളിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ മേവാർ പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്ന റാണ കുംഭ എന്ന കുംഭകർണ സിംഗിന്റെ കൽപ്പന പ്രകാരം മദൻ എന്നു പേരുള്ള ശില്പിയാണ് കുംഭൽഗഡ് കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അക്കാലത്തെ പ്രധാന രാജവംശങ്ങളായിരുന്ന മേവാറിനെയും മർവാറിനെയും തമ്മിൽ വേർതിരിച്ചിരുന്നത് ഈ കോട്ടയായിരുന്നു. ആരവല്ലി പർവ്വതനിരകളുടെ കാടുകൾക്കിടയിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇപ്പോൾ വന്യജീവി സങ്കേതമാക്കി മാറ്റിയിരിക്കുകയാണ്. കുന്നിൻ മുകളിൽ നിർമ്മിച്ച കോട്ട മേവാർ രാജാക്കന്മാരെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന സങ്കേതമായി ഇപ്പോൾ കണക്കാക്കുന്നു. പതിനഞ്ചടി കനമുള്ള മതിലാണ് കോട്ടയ്ക്കകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ച. അതിനുശേഷം 7 കവാടങ്ങൾ കൂടി കടക്കണം ഉള്ളിലെത്തുവാൻ. ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങൾ, കൊട്ടാര നിർമ്മിതികൾ എന്നിവ ഈ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് കാണാം. 300 ജൈന ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 360ഓളം ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഗണേശ ക്ഷേത്രമാണ് കോട്ടയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം. ഇതുകൂടാതെ നിൽഖാന്ത് മഹാദേവ ക്ഷേത്രം, ശിവക്ഷേത്രം, പാർശ്വനാഥ ക്ഷേത്രം, സൂര്യമന്ദിർ, പിത്താൽഷ ജൈന ക്ഷേത്രം തുടങ്ങിയവയാണ് ഈ കോട്ടയ്ക്കുള്ളിലെ പ്രധാന ക്ഷേത്രങ്ങൾ. പല നിലകളിലായി നിരവധി വ്യൂ പോയിന്റ്സ് ഇവിടെയുണ്ട്. വേദി കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന കൽക്കെട്ടിലൂടെ നടന്ന് ഞങ്ങൾ മുകളിലെത്തി. ഇവിടെ നിന്നാൽ ആരവല്ലി കുന്നിന്റെയും ഈ വൻമതിലിന്റെയും ഒരു വിശാലമായ ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 38 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് കുംഭൽഗഡ് വൻമതിൽ. ചൈനയുടെ വൻമതിലിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇന്ത്യയിൽ ഇത്തരമൊരു നിർമ്മിതി ഉണ്ടെന്നറിഞ്ഞത് എന്നിൽ അത്ഭുതമുളവാക്കി.
കോട്ടയുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നു. കഴിഞ്ഞ വർഷം ഒരു യൂറോപ്യൻ യാത്രയിൽ ഞാൻ സ്ലൊവേനിയയിൽ പോയിരുന്നു. സ്ലൊവേനിയയിൽ ഒരു പാറക്കെട്ട് അങ്ങനെ തന്നെ ഒരു കോട്ടയായി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പ്രെഡിയാമ കാസിൽ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ യൂറോപ്യൻ എപ്പിസോഡിൽ അതിനെപ്പറ്റി വിശദമായി കാണിച്ചിരുന്നു. രാജസ്ഥാനിലെ ഈ കോട്ട കണ്ടപ്പോൾ എനിക്ക് ആ പ്രെഡിയാമ കാസിലിനോട് വളരെയധികം സാദൃശ്യം തോന്നി. ചില ഭാഗങ്ങളൊക്കെ ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന പോലെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. അപ്പോഴാണ് മഹാത്ഭുതങ്ങൾ തേടി നാം യൂറോപ്പിലും അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലേക്കും കടക്കുന്നത്. ഇവിടെയുള്ള അത്ഭുത നിർമ്മിതികൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ പ്രെഡിയാമ കാസിലും ഈ കുംഭൽഗഡ് കോട്ടയും ചില കാര്യങ്ങളിൽ വളരെയധികം സാദൃശ്യമുണ്ട്. ചുടുകട്ടകളും കരിങ്കല്ലും കൊണ്ടാണ് കോട്ടയുടെ മതിലുകൾ പണിതിരിക്കുന്നത്. കോട്ട മുഴുവനുമായി കാണണമെങ്കിൽ 2-3 മണിക്കൂർ സമയമെടുക്കും. കോട്ടയ്ക്കുള്ളിലെ കൊട്ടാരങ്ങൾ രജപുത്ര വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഗുജറാത്ത് ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഷാ 1457 കോട്ടയ്ക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും കോട്ട പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാജസ്ഥാനിലെ ശൈത്യകാലമായ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഡിസംബർ മാസത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ചുറ്റിക്കറങ്ങാൻ വളരെ അനുയോജ്യമായ സമയം തന്നെയാണ്. ഉദയ്പൂരിൽ നിന്നും 85 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കുംഭൽഗഡ് കോട്ടയിലെത്താം. ഞങ്ങളിവിടെ അധികം സമയം ചിലവഴിക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ യാത്ര ജോധ്പൂരിലേക്കാണ്. അതിനിടയിൽ കുംഭൽഗഡ് ഒന്ന് കണ്ടിരിക്കാം എന്ന് കരുതി ഞങ്ങൾ കയറിയതാണ്. എന്തായാലും ഞങ്ങളിവിടെ വന്നത് വെറുതെയായില്ല. ഒരു മഹത്തായ ഒരു നിർമ്മിതി തന്നെയാണ് ഞങ്ങൾക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. കുംഭൽഗഡ് കോട്ടയും വൻമതിലും കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ജോധ്പൂരിലേക്കുള്ള യാത്രയാണ്. ഏകദേശം 4 മണിക്കൂർ സമയമെടുക്കും ജോധ്പൂരിലെത്തുവാൻ. ഇപ്പോൾ നഡോൾ എന്ന ഗ്രാമത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പ്രധാന ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഗ്രാമത്തിലെ ഒരു മൺപാതയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അത്രയ്ക്ക് സുഖകരമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഗ്രാമീണ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഈ സഞ്ചാരം എനിക്കിഷ്ടമായി. പ്രധാന ഹൈവേയിലൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കില്ല. വിറകും വെള്ളവും ശേഖരിച്ച് സ്ത്രീകൾ നടന്നു പോകുന്ന ഉത്തരേന്ത്യൻ കാഴ്ചകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും കാണാം. ജോധ്പൂരിലേക്കുള്ള യാത്രക്കിടയിൽ ഹൈവേക്ക് സമീപമായി ഒരു പ്രത്യേക ക്ഷേത്രമുണ്ടെന്ന് ജിതേന്ദ്രഭായ് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഓംബന എന്ന പേരുള്ള ഒരു യുവാവ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് അപകടത്തിൽ മരിച്ചിരുന്നു. പോലീസുകാർ ബുള്ളറ്റ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ ബുള്ളറ്റ് അവിടെ നിന്നും അപ്രത്യക്ഷമായി പഴയ അപകടം നടന്ന സ്ഥലത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇതിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ നാട്ടിലതൊരു പ്രേത കഥയായി പരന്നു തുടങ്ങി. രാത്രികാലങ്ങളിൽ അതുവഴി ആരും സഞ്ചരിക്കാതെയായി. കഥയറിയാതെ അതുവഴി പോകുന്ന പലരും മദ്യം ചോദിക്കുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഓംബന ഒരു ദൈവമായി മാറി. അദ്ദേഹത്തിന്റെ ബുള്ളറ്റും അവർ ആരാധിച്ചു തുടങ്ങി. ഇപ്പോൾ എല്ലാവരും അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഓംബനയ്ക്ക് പ്രസാദമായി മദ്യവും ബിയറുമൊക്കെ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ബുള്ളറ്റ് അവിടെ ഒരു ചില്ലുകൂട്ടിൽ
സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര വിചിത്രമായ ആചാരങ്ങളല്ലേ. ജോധ്പൂർ നഗരത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരം ഇരുട്ടിത്തുടങ്ങി. നഗരത്തിൽ താമസിക്കുന്നതിന് പകരം ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഗൂഗിളിൽ നോക്കി ഒരു കോട്ടേജ് കണ്ടുപിടിച്ചു. രാജസ്ഥാനിലെ ഗ്രാമീണ റോഡുകളും സ്ഥലങ്ങളും കണ്ട് ഞങ്ങൾ ആ കോട്ടേജിലേക്കുള്ള യാത്ര തുടർന്നു.